Morning, Anla. Morning, viewers. സർ, ആദ്യം നമുക്ക് US സൂചികകളിലേക്ക് പോകാം. യുഎസിനെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസ് ആയിരുന്നു നടത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും ഡൗ ജോൺസ് ഏകദേശം 1% കൃത്യം 1% ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്തുകൊണ്ട് 43,819.27 എന്ന നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നാസ്ഡാക്ക് ആണെങ്കിലും S&P 500 സൂചികയാണെങ്കിലും 0.5% മുകളിൽ ഒരു റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കൻ വിപണിക്കുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? അല്ല, കഴിഞ്ഞ ആഴ്ച നമുക്ക് അമേരിക്കൻ വിപണിയിൽ 42,800 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യുന്നത് കാണാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് ഇനി ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ മുന്നിൽ ഒരേ ഒരു മേജർ റെസിസ്റ്റൻസേ കാണാനുള്ളൂ. അതിന്റെ ഓൾ ടൈം ഹൈ ആയിട്ടുള്ള 45,000 പോയിന്റ്. ആൻഡ് എന്റെ ഒരു പേഴ്സണൽ എക്സ്പെക്ടേഷൻ താമസിക്കാതെ നമുക്ക് ആ പുതിയ ഓൾ ടൈം ഹൈ തന്നെ ഡൗ ജോൺസ് ഇൻഡെക്സിൽ കാണാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മൾ 45,000 പോയിന്റ് അടുത്തോട്ട് വരുമ്പോഴേക്കും നമ്മൾ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. അതേസമയം നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും പുതിയ ഓൾ ടൈം ആയി നൽകിക്കൊണ്ടായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സ് ക്ലോസ് ചെയ്ത്. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. നമ്മൾ അമേരിക്കൻ വിപണിയിൽ ഷോർട്ട് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ നടക്കുന്ന സമയത്ത് പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. കമ്മോഡിറ്റി മാർക്കറ്റിലേക്ക് വരുമ്പോൾ ക്രൂഡിൽ കഴിഞ്ഞ ഒരു വീക്ക് പരിശോധിക്കുമ്പോഴേക്കും, അതായത് ഈ ഒരു ഇറാൻ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം വലിയ തോതിൽ അപ്സൈഡ് മൊമെന്റം കാണാൻ സാധിച്ചിരുന്നു. ആ ഒരു നേട്ടം എല്ലാം തന്നെ കഴിഞ്ഞ വീക്കിൽ ക്രൂഡ് കൈവിടുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടത്. വീക്കിലി ബേസിൽ പരിശോധിക്കുമ്പോഴേക്കും 12% ഒരു വീക്കിലി ലോസ് ആണ് ക്രൂഡിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. ഇന്നിപ്പോൾ ട്രേഡിംഗ് പരിശോധിക്കുമ്പോഴേക്കും വളരെ ഫ്ലാറ്റ് ആയിട്ട് കാര്യമായിട്ടൊരു മുന്നേറ്റം നമുക്ക് പറയാൻ സാധിക്കില്ല. ലോ ലെവൽസിൽ വളരെ മാർജിനൽ ആയിട്ടൊരു ബൈയിങ് നടക്കുന്നുണ്ട്. ക്രൂഡിൽ ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ക്രൂഡ് ഓയിലിന്റെ കേസിൽ കഴിഞ്ഞ 10-12 ദിവസമായിട്ട് നമുക്ക് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ തുടർന്ന് ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിലും നമുക്ക് പുതിയ ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ ഒന്നും എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു ട്രേഡിംഗ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. സോ ക്രൂഡ് ഓയിലിന്റെ കേസിൽ നമ്മൾ പൊസിഷൻസ് കംപ്ലീറ്റ്ലി വൈൻഡ് അപ്പ് ചെയ്ത് മാറി നിൽക്കുക ടിൽ ദിസ് അൺസർട്ടനിറ്റി ഈസ് ഓവർ. ക്രൂഡിന്റെ കേസിലെ മേജർ റെസിസ്റ്റൻസ് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട $69, മേജർ സപ്പോർട്ടായിട്ട് നമ്മൾ കരുതിയിരിക്കേണ്ടത് $63. സ്വർണത്തിലേക്ക് വരികയാണെങ്കിൽ സ്വർണത്തെ സംബന്ധിച്ചിട്ടും ക്രൂഡിന് സമാനമായ തരത്തിൽ കഴിഞ്ഞൊരു ഇറാൻ ഇസ്രായേൽ സംഘർഷ സമയത്ത് വളരെ ശക്തമായിട്ടൊരു മുന്നേറ്റം ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കഴിഞ്ഞ വീക്കിൽ പൊതുവെ വളരെ മാർജിനലായിട്ടൊരു മുന്നേറ്റം മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ചത്തെ കണക്കുകൾ മാത്രം പരിശോധിക്കുമ്പോഴേക്കും ഏകദേശം 1% മുകളിലുള്ള ഒരു നഷ്ടം റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്ന് ഏകദേശം വളരെ ഫ്ലാറ്റ് ആയിട്ട് കാര്യമായിട്ടൊരു മുന്നേറ്റം നമുക്ക് പറയാൻ സാധിക്കില്ല. നിലവിൽ ട്രോയ് ഔൺസിന് $3,280 എന്നൊരു നിലയിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടത്തി വരുന്നത്. ഗോൾഡിലുള്ള താങ്കളുടെ എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? സ്വർണത്തിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു നേരിയ വീക്ക്നെസ് കാണാൻ സാധിക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് $3,260 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ടിന് താഴെ ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ഇന്ന് ലോ റിസ്ക് ആയിട്ട് ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. സർ, അതിനോടൊപ്പം തന്നെ നമുക്ക് ആഭ്യന്തര വിപണിയിലേക്ക് കൂടി കടക്കേണ്ടതുണ്ട്. ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചിട്ട് ഈ ഒരു ഫോറത്തിൽ തന്നെ താങ്കൾ കഴിഞ്ഞ വീക്കിൽ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു 1000 പോയിന്റ്സിന് ഒരു മാസീവ് റാലി വിപണി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന്. ഏതായാലും ആ വാക്കുകൾക്ക് യാഥാർത്ഥ്യവൽക്കുന്ന തരത്തിലുള്ള ഒരു മൂവ്മെന്റ് ആയിരുന്നു വ്യാഴം വെള്ളി ദിവസങ്ങളിലായിട്ട് കണ്ടത്. കഴിഞ്ഞ ഒരു ഒക്ടോബറിന് ശേഷമുള്ള വളരെ സ്ട്രോങ് ആയിട്ടൊരു ക്ലോസിംഗ് ആണ് വിപണി വെള്ളിയാഴ്ച നടത്തിയിരിക്കുന്നത്. 25,637 എന്നൊരു റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റി 50 ഇനി മുന്നോട്ടേക്ക് താങ്കൾ വാച്ച് ചെയ്യുന്ന പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ഈ ഒരു റാലി കണ്ടിന്യൂ ചെയ്യുമെന്നാണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതോ ഒരു ഷോർട്ട് ടേമിലേക്കെങ്കിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? അല്ല, തീർച്ചയായിട്ടും പ്രോഫിറ്റ് ടേക്കിംഗ് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. ബട്ട് അറ്റ് ദ മൊമെന്റ് അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. കറക്ഷൻസ് പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് നമ്മൾ ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടി തന്നെ അവസരങ്ങളൊക്കെ നോക്കിയിരിക്കണം. നിഫ്റ്റി 50യുടെ കേസിൽ നിഫ്റ്റി 50ക്ക് ഇനി ഒരേ ഒരു മേജർ റെസിസ്റ്റൻസേ കാണാൻ സാധിക്കുന്നുള്ളൂ, വിച്ച് ഇസ് ദ ഓൾ ടൈം ഹൈ 26,277 പോയിന്റ്. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലായിരുന്നു ഈ ഒരു റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ലെവൽ നമുക്ക് കാണാൻ സാധിച്ചത്. താമസിക്കാതെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്.
അതിനോടൊപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരേണ്ടതുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റി ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ ഒരു ഔട്ട് പെർഫോമർ എന്ന് പറയാൻ സാധിക്കുന്നത്. തുടർച്ചയായിട്ട് ഓരോ മിനിറ്റിലും തന്നെ പലപ്പോഴും ഒരു ഓൾ ടൈം ഹൈ ലെവൽ തിരുത്തിക്കുറിക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു കണ്ടിരുന്നത്. വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗ് പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 57,443 എന്നൊരു നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല 57,400 എന്നൊരു ലെവൽ മറികടന്നുകൊണ്ട് ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ കൃത്യം 57,475.4 എന്നൊരു ഓൾ ടൈം ഹൈയും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിലെ ഈ ഒരു റാലിനെ താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അണ്ടർടോൺ എക്സ്ട്രീംലി ബുള്ളിഷ്. ബാങ്ക് നിഫ്റ്റിയുടെ കേസിലും നമുക്കിപ്പോൾ ഒരു വീക്ക്നെസ്സും കാണാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ വ്യാഴാഴ്ച വെള്ളിയാഴ്ച നമുക്ക് പുതിയ ഓൾ ടൈം ഹൈ ഈ ഒരു ഇൻഡെക്സിൽ കാണാൻ സാധിച്ചിരുന്നു. ഇനി നമ്മൾ ഈ ഇൻഡെക്സിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ആദ്യത്തെ 58,600, 59,500, 61,800. മൈ എക്സ്പെക്ടേഷൻ ഇൻ ദ ലോങ് റൺ 61,800 തന്നെ നമ്മൾ ടാർഗറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കണം. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ഒരു വീക്കിൽ മികച്ചൊരു പ്രകടനം നടത്തിയ ഹെവി വെയിറ്റ് നിഫ്റ്റിയിലെയും നിഫ്റ്റി ബാങ്കിലെയും ഹെവി വെയിറ്റ് HDFC ബാങ്ക് ഓഹരികളായിരുന്നു. കഴിഞ്ഞ 4 ദിവസം, അതായത് തിങ്കളാഴ്ച മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ മറ്റ് 4 ദിവസങ്ങളിലും വളരെ പോസിറ്റീവായിട്ടൊരു ടോണിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല പുതിയൊരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. HDFC ബാങ്ക് ഓഹരികളെ സംബന്ധിച്ചുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HDFC ബാങ്കിന്റെ കേസിലും നമുക്ക് വീക്ക്നെസ് ഒന്നും ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല. ഓൾമോസ്റ്റ് ഒരു 2-3 മാസം നീണ്ടുനിന്ന ഒരു കൺസോൾട്ടേഷനിൽ നിന്നായിരുന്നു നമുക്ക് കഴിഞ്ഞ ആഴ്ച ഒരു ബ്രേക്ക് ഔട്ട് ഈ സ്റ്റോക്ക് നൽകിയത്. കറന്റ് ലെവൽസ് ഓഫ് അറൌണ്ട് 2020 ഇസ് എ മേജർ റെസിസ്റ്റൻസ്. സോ നേരിയ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 2045, 2070. അതിനോടൊപ്പം തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്ക് കാറ്റഗറിയിലേക്ക് കൂടി എത്തുകയാണ്. കഴിഞ്ഞൊരു വീക്കിൽ പരിശോധിക്കുമ്പോഴേക്കും, അതായത് നിഫ്റ്റി ബാങ്കിലടക്കം വലിയ തോതിൽ മൂവ്മെന്റ് ഉണ്ടായപ്പോൾ പോലും പല സ്മോൾ ഫിനാൻസ് ബാങ്ക് ഓഹരികളിലും അതിന് ആനുപാതികമായിട്ടൊരു മുന്നേറ്റം നമുക്ക് കാണാൻ സാധിച്ചിരുന്നില്ല. ഉദാഹരണത്തിന് ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലേക്ക് എത്തുകയാണെങ്കിൽ കഴിഞ്ഞ 3 ആഴ്ചയായിട്ടൊരു സൈഡ് വൈസ് മൂവ്മെന്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു വീക്ക് പരിശോധിക്കുകയാണെങ്കിലും വളരെ കൺസോൾട്ടേറ്റഡ് ആയിട്ടൊരു റേഞ്ചിലാണ് ട്രേഡിംഗ് നടത്തി വന്നിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 0.63% ഇടിവിൽ 48.79 എന്നൊരു നിലയിലാണ്. നിഫ്റ്റി ഈ ഒരു ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്കിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ഉജ്ജീവന്റെ കേസിലും നമുക്ക് വീക്ക്നെസ് ഒന്നും തന്നെ കാണാൻ സാധിക്കുന്നില്ല. ഈ വർഷം ഫെബ്രുവരി മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഈ ഒരു സ്റ്റോക്കില് ബൈയിങ് ഇൻട്രസ്റ്റ് ബിൽഡപ്പ് ചെയ്ത് വരുന്നതായിട്ട് കാണുന്നത്. ഈ സ്റ്റോക്ക് ഒരു 6 മന്ത് ഹൈ നമുക്ക് 2-3 ആഴ്ചകൾക്ക് മുൻപ് 51.87 നൽകിയതിനു ശേഷം ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ 46.50 സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. സ്റ്റോക്കിൽ നമുക്കൊരു പുതിയ ബൈയിങ് ട്രേഡ് ലഭിക്കണമെങ്കിൽ 50.50 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പബ്ലിക് സെക്ടർ ബാങ്കിലേക്ക് കൂടി വരികയാണ്. അതിൽ തന്നെ PSB കഴിഞ്ഞ വെള്ളിയാഴ്ചത്തെ ഒരു മികച്ച പ്രകടനം നടത്തിയ ഒരു ബാങ്ക് കൂടിയായിരുന്നു PSB അഥവാ പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക് എന്ന് പറയുന്നത്. ഏകദേശം 5.7% ഒരു നേട്ടമാണ് കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ച ഈ ഒരു ഓഹരിയിൽ കണ്ടിട്ടുണ്ടായിരുന്നത്. PSBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? PSB, UCO Bank, Central Bank of India, Jammu and Kashmir Bank, Bank of Maharashtra, ഈ സ്റ്റോക്ക് ഒക്കെ ഒരേ കാറ്റഗറിയിൽ നമുക്ക് ഉൾപ്പെടുത്താം. കാര്യം ഈ സ്റ്റോക്കിലൊക്കെ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ചും നിഫ്റ്റിയുടെ PSU ബാങ്ക് ഇൻഡെക്സിനെ അപേക്ഷിച്ചും കഴിഞ്ഞ 3-4 മാസങ്ങളായിട്ട് അണ്ടർ പെർഫോമൻസ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് വെള്ളിയാഴ്ചത്തെ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറാൻ നല്ല ചാൻസസ് ഉണ്ട്. PSBയുടെ കേസിൽ നമ്മൾ 35 രൂപയുടെ റെസിസ്റ്റൻസ് ആയിരിക്കും ശ്രദ്ധിച്ചിരിക്കുന്നത്. 35ന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 42 രൂപ. 42ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നെ കാണുന്ന മേജർ റെസിസ്റ്റൻസ് 50 രൂപ. അതിനോടൊപ്പം തന്നെ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലേക്ക് കൂടി എത്തിയെങ്കിൽ താങ്കളൊന്ന് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഈ ഓഹരികളൊക്കെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടൊരു അണ്ടർ പെർഫോമിംഗ് ആയിരുന്നുവെന്ന്. കഴിഞ്ഞ ഒരു വെള്ളിയാഴ്ചത്തിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയെ സംബന്ധിച്ചും PSBന് സമാനമായ തരത്തിൽ ഏകദേശം ഒരു സ്ട്രോങ് ക്ലോസ് നടത്താൻ സാധിച്ചിട്ടുണ്ട്. 0.85% നേട്ടത്തിൽ. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ട്രേഡ് ലഭിക്കണമെങ്കിൽ 56.50 മുകളിൽ ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. കൈവശം ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 52 രൂപയിലായിരിക്കണം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്.
കഴിഞ്ഞ വെള്ളിയാഴ്ച നെഗറ്റീവ് ടോണിൽ ട്രേഡിംഗ് അവസാനിപ്പിച്ച ഒരു ഓഹരി എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു. വളരെ ഫ്ലാറ്റ് ആയിട്ടൊരു മൂവ്മെന്റ് ആയിരുന്നു ബാങ്ക് ഓഫ് ഇന്ത്യ ഓഹരികൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ക്ലോസ് ചെയ്തിരിക്കുന്നത് 116.77 എന്നൊരു നിലയിലാണ്. ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഇനി താങ്കൾ മുന്നോട്ടേക്ക് വാച്ച് ചെയ്യുന്ന ലെവലുകൾ ഏതൊക്കെയായിരിക്കും? ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നമുക്ക് ഇന്ന് പുതിയ ലോങ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഷോർട്ട് പൊസിഷൻ എടുക്കാൻ ഒരു അവസരവും കാണാൻ സാധിക്കുന്നില്ല. ഈ സ്റ്റോക്കിന് 122 രൂപയിൽ വളരെ മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശക്തമായിട്ടൊരു അപ്വേർഡ് മൂവ്മെന്റ് ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കത്തുള്ളൂ. കഴിഞ്ഞ ഓൾറെഡി ഒരു ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 106 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്തത്. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞൊരു വീക്കിൽ മികച്ച പ്രകടനം നടത്തിയ ഒരു ഓഹരി എന്ന് പറയുന്നത് ജിയോ ഫിനാൻഷ്യൽ സർവീസ് ആയിരുന്നു. പക്ഷേ ലിസ്റ്റിംഗിന് ശേഷം ഇത്ര ശക്തമായിട്ടൊരു മുന്നേറ്റം മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഓഹരിയിൽ കാണാൻ സാധിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച മാത്രം നൽകിയ നേട്ടം എന്ന് പറയുന്നത് 3.5%-ലധികമായിരുന്നു. വീക്കിലി ബേസ് പരിശോധിക്കുകയാണെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് കാണുന്നത്. 9.92% ഒരു മാസീവ് റാലി ആയിരുന്നു കഴിഞ്ഞ വീക്കിൽ ജിയോ ഫിനാൻഷ്യൽ സർവീസ് ഓഹരികൾ കാണാൻ സാധിച്ചിരിക്കുന്നത്. ജിയോ ഫിനുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ജിയോഫിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തുടരുന്നു. സ്റ്റോക്കിൽ നമുക്ക് ഈ ആഴ്ച എസ്പെഷ്യലി ഇൻ ദ സെക്കൻഡ് ഹാഫ് ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിന് വേണ്ടി നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ആ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ സാധിക്കും. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന 2 മേജർ റെസിസ്റ്റൻസ്, ആദ്യത്തെ 340, അതിനുശേഷം 360. 360ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ഹൈ തന്നെ ഈ സ്റ്റോക്കിൽ പ്രതീക്ഷിക്കാം. സർ, അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നിക്ഷേപകരെ പാടെ നിരാശപ്പെടുന്ന തരത്തിലുള്ള പ്രകടനം നടത്തിയ ഓഹരിയായിരുന്നു യെസ് ബാങ്ക് ഓഹരികൾ എന്ന് പറയുന്നത്. വീക്കിലി ബേസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ഹൈലി റേഞ്ച് ബൗണ്ട് ആയിട്ടൊരു മൂവ്മെന്റ് ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഡിറക്ഷൻ ഒന്നും സ്വീകരിക്കാതെയാണ് ഓഹരികളിലൊക്കെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നത്. കഴിഞ്ഞൊരു വെള്ളിയാഴ്ചത്തെ ട്രേഡിംഗ് മാത്രം പരിശോധിക്കുമ്പോഴേക്കും 0.5% ഒരു നേട്ടം നിലനിർത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യാൻ യെസ് ബാങ്കിന് സാധിച്ചിട്ടുണ്ട്. യെസ് ബാങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം, ഒരു ഷിഫ്റ്റ് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും യെസ് ബാങ്കിന് നമുക്ക് അറിയാൻ കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങളായിട്ട് ഒത്തിരി ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നേരിട്ട ഒരു സ്റ്റോക്ക് ആയിരുന്നു യെസ് ബാങ്ക്. ബട്ട് കഴിഞ്ഞ ക്വാർട്ടർലി പെർഫോമൻസ് നോക്കുമ്പോഴേക്കും നമുക്കൊരു മച്ച് ബെറ്റർ ദാൻ എക്സ്പെക്റ്റഡ് റിസൾട്ട് ആയിരുന്നു ഈ ഒരു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. അതിനുശേഷം കഴിഞ്ഞ ഏപ്രിൽ മാസത്തിന് ശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. സ്റ്റോക്കിന് ഒരു മേജർ സപ്പോർട്ട് കാണാൻ സാധിക്കുന്ന 19 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. നമ്മൾ ആ ഒരു അല്പം എക്സ്ട്രാ വോളറ്റിലിറ്റിക്ക് പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് ആ 20 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചാൽ സ്റ്റോക്കിന്റെ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. അതിനോടൊപ്പം തന്നെ ABB ഇന്ത്യയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് ആണ് ചോദിക്കുന്നത്. ABB ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 0.95% ഒരു നേട്ടം നൽകിക്കൊണ്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ABBയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ABBയുടെ കേസിൽ നമുക്കൊരു ടേൺ അറൗണ്ടിന് ഒരു നല്ല പോസിബിലിറ്റി കാണുന്നുണ്ട്. സ്റ്റോക്ക് ഏപ്രിൽ മാസം വരെ ഒത്തിരി കനത്ത സെല്ലിംഗ് ആയിരുന്നു സെപ്റ്റംബർ മാസത്തിന് ശേഷം നേരിട്ടത്. അതിനുശേഷം വന്നിരിക്കുന്ന ബൈയിങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ഓൾറെഡി ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ കറന്റ് ലെവൽസിൽ തന്നെ നമുക്ക് ലോങ് പൊസിഷൻസ് ബിൽഡപ്പ് ചെയ്യാം. 5700 ആയിരിക്കും മേജർ സപ്പോർട്ട്. ഈ സ്റ്റോക്കിൽ ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണുമെങ്കിൽ 6400 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ ഹൈ ആയിട്ട് കാണുന്നത്. ഒപ്പം സുസ്ലോണിലുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി ഷെയർ ചെയ്യാമോ? കഴിഞ്ഞ ദിവസം 4.32% നല്ലൊരു മുന്നേറ്റം നടത്താനായിട്ട് ഈ ഒരു സുസ്ലോൺ ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. സുസ്ലോണിൽ ഇനി മുന്നോട്ടേക്ക് ഒരു നിക്ഷേപകൻ സ്വീകരിക്കേണ്ട നിലപാട് എന്തായിരിക്കണം? കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ ആ പൊസിഷൻസ് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സ്റ്റോക്കിലെ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും പുതിയ ലോങ് പൊസിഷൻസ് എടുക്കാൻ ശ്രമിക്കാം. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ടായിട്ട് കാണുന്നത് 61 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിൽ ഇനി നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട റെസിസ്റ്റൻസ് ഏരിയാസ് 73 രൂപ, 76 രൂപ, 79 രൂപ, 84 രൂപ.
ചില കേരള ബേസ്ഡ് ഓഹരികളിലേക്ക് കൂടി കടക്കുകയാണ്. അതിൽ ആദ്യം വരുന്നത് കൊച്ചിൻ ഷിപ്പ്യാർഡാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് ആയിരുന്നു ഈ ഒരു ഓഹരിയിൽ കാണാൻ സാധിച്ചിരുന്നത്. 2.25% ഇടിവിൽ 2044.2 എന്ന നിലയിലാണ് കഴിഞ്ഞ ദിവസം ക്ലോസ് ചെയ്തിരിക്കുന്നത്. കൊച്ചിൻ ഷിപ്പ്യാർഡിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് കഴിഞ്ഞ ഒരു 2-3 ആഴ്ചകളായിട്ട് ഈ സ്റ്റോക്കിൽ ഹെവി ബട്ട് ഹെൽത്തി ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന മേജർ സപ്പോർട്ട് ഏരിയ 1890. ലെറ്റ് us വെയിറ്റ് ആൻഡ് സി ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടോ എന്ന്. ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോ റിസ്ക് ബൈങ് ഹൗസ് ഈ സ്റ്റോക്കിൽ ലഭിക്കും. ഇന്നത്തെ ട്രേഡിൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയും കാണുന്നുണ്ട്. സർ, അപ്പം തന്നെ കിറ്റെക്സുമായി ബന്ധപ്പെട്ട് താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. കിറ്റെക്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 1.32% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം വീക്കിലി ബേസിസ് പരിശോധിക്കുകയാണെങ്കിൽ 9% നല്ലൊരു റിട്ടേൺ, ഒരു മാസ റിട്ടേൺ നൽകാനായിട്ടും കിറ്റെക്സിന് സാധിച്ചിട്ടുണ്ട്. കിറ്റെക്സിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? കിറ്റെക്സിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബുള്ളിഷ്, ബട്ട് ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു സൈഡ് വേസ് ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിന് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് കാണാൻ സാധിക്കുന്നു 260 രൂപ. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. എക്സിസ്റ്റിംഗ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറണമെങ്കിൽ 293 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. 293യുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താലും നമുക്ക് ട്രേഡിങ്ങിന് വേണ്ടി ഒരു അവസരം ലഭിക്കും. അടുത്തതായിട്ട് ക്വിക്കമേഴ്സ് വിഭാഗത്തിൽ ഉൾപ്പെട്ടുള്ള സ്വിഗ്ഗിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. സ്വിഗ്ഗി മാത്രമല്ല, സ്വിഗ്ഗിയോടൊപ്പം തന്നെ എറ്റേണലിനെ സംബന്ധിച്ചിട്ടുമുള്ള താങ്കളുടെ ഒരു വ്യൂ പങ്കുവയ്ക്കാമോ? എറ്റേണലിനെ സംബന്ധിച്ച് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സ്ട്രോങ് വോളിയത്തിലായിരുന്നു കഴിഞ്ഞ ഒരു വീക്കിലൊക്കെ ട്രേഡിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അതേസമയം നമ്പർ വൈസ് പറയുകയാണെങ്കിൽ 1.25% ഒരു ഇടിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്നത്. സ്വിഗ്ഗിയിലും എറ്റേണലിലുമുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്വിഗ്ഗിയുടെ കേസിൽ നമുക്കൊരു ടേൺ റൗണ്ട് കാണാൻ സാധിക്കുന്നുണ്ട്. സ്വിഗ്ഗിയുടെ കേസിൽ മെയ് മാസത്തിലായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ നമുക്ക് കാണാൻ സാധിച്ചത്. അറൌണ്ട് 299 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിന്റെ ഓൾ ടൈം ലോ. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് ഒരു ബൈങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിൽ ബിൽഡപ്പ് ചെയ്തു വരുന്നുണ്ട്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 420, അതിനുശേഷം കാണുന്നത് 460. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഇറ്റേണലിന്റെ കേസിലും നമുക്ക് സിമിലർ ആയിട്ട് ഒരു പാറ്റേൺ കാണാൻ സാധിക്കുന്നത്. ഏപ്രിൽ മാസത്തിലായിരുന്നു ഒരു മേജർ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 194 രൂപയിൽ. അതിനുശേഷം ഗ്രാജുവൽ ആയിട്ട് നമുക്ക് ഈ വന്നിരിക്കുന്ന ബൈങ് ഇൻട്രസ്റ്റിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്കിന്റെ മേജർ സപ്പോർട്ട് 240 രൂപ. ഹൗവർ ഇന്നത്തെ മാർക്കറ്റിൽ നമുക്ക് പുതിയ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മികച്ച മുന്നേറ്റം നടത്തിയ ഒരു സെക്ടർ എന്ന് പറയാൻ മെറ്റൽ സൂചികയായിരുന്നു. പ്രത്യേകിച്ചും ഡോളറിലുണ്ടായ ഇടിവൊക്കെ മെറ്റൽ സൂചികയെ വലിയ തോതിൽ അപ്സൈഡിലേക്ക് ട്രിഗർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും അധികം ബെനിഫിറ്റ് കിട്ടിയ ഒരു കമ്പനി എന്ന് പറയുന്നത് ഓഹരി എന്ന് പറഞ്ഞാൽ ടാറ്റ സ്റ്റീലിൻ്റെ ഓഹരികളായിരുന്നു. വീക്ക്ലി ബേസിസിൽ ഏകദേശം 6.25% ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്യാനായിട്ട് ഓഹരികൾക്ക് സാധിച്ചിട്ടുണ്ട്. ക്ലോസ് ചെയ്തിരിക്കുന്നതും 0.5% നേട്ടത്തിൽ 161.45 എന്ന നിലയിലാണ്. കഴിഞ്ഞ വീക്കിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്സൈഡിലേക്ക് ഒരു മൂവ്മെന്റ് ആയിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ടാറ്റ സ്റ്റീലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? ടാറ്റ സ്റ്റീലിന്റെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തന്നെ തുടരുന്നു. ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് കണ്ടിന്യൂസ് ടു ബി ബുള്ളിഷ്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ ലോ റിസ്ക് ആയിട്ട് ഒരു അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 165. അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ 170, 175, 180, അതിനുശേഷം 190. മെറ്റൽ സൂചികയിൽ ഉൾപ്പെടെയുള്ള വേദാന്തയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. വേദാന്തയെ സംബന്ധിച്ചിട്ടും കഴിഞ്ഞൊരു വീക്കിൽ 1.81%, വെള്ളിയാഴ്ച ക്ലോസ് ചെയ്തിരിക്കുന്ന 1.81% ഒരു മുന്നേറ്റത്തിലായിരുന്നു. വീക്കിലി ബേസ് പരിശോധിക്കുകയാണെങ്കിലും 3.5%-ലധികം ഒരു മുന്നേറ്റം നൽകാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ 2-3 ആഴ്ചകളായിട്ട് ഒരു സൈഡ് വേസ് പാറ്റേൺ ആണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. വേദാന്തയിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? വേദാന്തയുടെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തുടരുന്നു. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 480. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീട് കാണുന്ന മേജർ റെസിസ്റ്റൻസ് 520. ഈ സ്റ്റോക്കിലെ പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓർക്കേണ്ടത് ഈ കമ്പനിക്ക് ഒത്തിരി കടം ബാധ്യതകളുണ്ട്. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി നോട്ട് മൈ ഫേവറേറ്റ് ഇൻ മെറ്റൽ സ്പേസ്.
അതിനോടൊപ്പം തന്നെ ഓലയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. ഓലയെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു മുന്നേറ്റം നേരത്തുള്ള ഇടിവ് റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ അടക്കം ഒരു പോസിറ്റീവ് ടോൺ ഉണ്ടായപ്പോൾ പോലും ആ ഒരു റാലിയിൽ നിന്ന് മാറി നിന്ന ഒരു ഓഹരിയായിട്ടാണ് ഓലയെ കാണുന്നത്. ഓലയിലുള്ള താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? അൺഫോർച്ചുനേറ്റ്ലി ഓലയുടെ കേസിൽ കണ്ടിന്യൂസ് ടു ഡിസപ്പോയിന്റ്. സ്റ്റോക്ക് വെള്ളിയാഴ്ചത്തെ ക്ലോസിംഗിൽ നമുക്ക് പുതിയൊരു ഓൾ ടൈം ലോ ആയിരുന്നു നൽകിയത്. ഇത് ഏത് കോണ്ടെക്സ്റ്റിലാണ് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി 50 ഇത്രയും വളരെ സ്ട്രോങ് ആയി നിൽക്കുന്നു, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് പുതിയ ഓൾ ടൈം ഹൈ നൽകുന്നു. ആ ഒരു സമയത്ത് ഓല ഇലക്ട്രിക് ഇസ് ഗിവിംഗ് ന്യൂ ഓൾ ടൈം ലോ ലെവൽ. ഇതിന്റെ ബോട്ടം കണ്ടു എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പുതിയ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ HFCL-യുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ ആണ് ചോദിക്കുന്നത്. HFCL-നെ സംബന്ധിച്ചിട്ട് വെള്ളിയാഴ്ച ഒരു 0.5% ഒരു ഇടിവിലായിരുന്നു ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വീക്ക്ലി ബേസ് പരിശോധിക്കുകയാണെങ്കിലും 6.25% ഒരു മുന്നേറ്റം റിപ്പോർട്ട് ചെയ്യാനായിട്ട് സാധിച്ച ഓഹരി കൂടിയാണ്. HFCL ലിമിറ്റഡിൽ ഉള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? HFCL-ന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ഇസ് ബെയറിഷ്, ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ്വേസ് ആയിട്ടാണ് കാണുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് മേജർ റെസിസ്റ്റൻസ് 95 രൂപയിൽ കാണുന്നു. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറത്തുള്ളൂ. അതിന് ശേഷമുള്ള റെസിസ്റ്റൻസ് 102 രൂപ. സർ, അതിനോടൊപ്പം തന്നെ ആസ്ട്രൽ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടിയാണ് ചോദിക്കുന്നത്. ആസ്ട്രലിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് എന്തൊക്കെയാണ്? ആസ്ട്രയുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്തു. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഇതിന്റെ മേജർ സപ്പോർട്ട് കാണുന്നത് 535 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത കുറവായിട്ട് കാണുന്നത്. സ്റ്റോക്കിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 610 രൂപയില. 610ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഈ സ്റ്റോക്കിൽ വീണ്ടും ഒരു ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിക്കും. സർ, നമ്മൾ ഓൾറെഡി കൊച്ചിൻ ഷിപ്പ്യാർഡുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് നൽകിയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതിൻ്റെ തന്നെ പിയർ കമ്പനികളായിട്ടുള്ള GRSC ഒപ്പം തന്നെ മെസഗോണ്ടോക്ക് എന്നീ 2 ഓഹരികളിലുള്ള താങ്കളുടെ ഒരു എക്സ്പെക്ടേഷൻസ് കൂടി പങ്കുവെക്കാം. ഗാർഡൻ റീച്ചിന്റെ കേസിൽ 3500 രൂപയ്ക്ക് അടുത്തായിരുന്നു കഴിഞ്ഞ ആഴ്ച നമുക്ക് ഈ സ്റ്റോക്ക് ഓൾ ടൈം ഹൈ നൽകിയത്. അതിനുശേഷം കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിൽ ഈ സ്റ്റോക്കിൽ ഒരു ഹെവി പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. നമുക്ക് ഇന്നത്തെ ട്രേഡിൽ ലോ റിസ്ക് ആയിട്ട് ഒരു പുതിയ ബൈയിങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ 2 മേജർ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത്. ആദ്യത്തെ 2800, അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ 2600. മാസഗോൺ ഡോക്കിന്റെ കേസിലും പുതിയ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് ആൻഡ് GRSCയുടെ കേസ് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സ്റ്റോക്കിലും കഴിഞ്ഞ 2 ആഴ്ചകളായിട്ട് പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 3050 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ പിന്നീട് ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇതിന്റെ ഇമ്മീഡിയറ്റ് ബൈയിങ് ട്രിഗർ കാണാൻ സാധിക്കുന്നത് 3400 രൂപയിലാണ്. താങ്കളെ ഫ്രീ ആക്കുന്നതിന് മുമ്പ് അവസാനമായിട്ട് വീനസ് റെമഡീസ് എന്ന ഓഹരിയുമായി ബന്ധപ്പെട്ടുള്ള താങ്കളുടെ ഒരു വ്യൂ കൂടി പങ്കുവെക്കാമോ? വീനസ് റെമഡീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 4.47% ഒരു നേട്ടം നൽകിക്കൊണ്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. വീക്കിലി ബേസിലാണെങ്കിലും 5% ഒരു മുന്നേറ്റം നടത്തിയിട്ടുണ്ട്. വീനസ് റെമഡീസിലുള്ള താങ്കളുടെ ഒരു വ്യൂ എന്താണ്? വീനസിന്റെ കേസിൽ നമുക്ക് മെയ് മാസത്തിന് ശേഷം ശക്തമായിട്ട് ഒരു അപ്വേർഡ് മൂവ്മെന്റ് കാണാൻ സാധിച്ചു. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യാം. ഒരേ ഒരു കാര്യം ഓർക്കേണ്ടത്, ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന അടുത്ത മേജർ റെസിസ്റ്റൻസ് 465, അതിനുശേഷം 480. 480ന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ വീണ്ടും ഈ അപ്വേർഡ് മൂവ്മെന്റിൽ ശക്തി പ്രാപിക്കാം. പിന്നീട് കാണുന്ന റെസിസ്റ്റൻസ് 505, 525, 550. താങ്ക് യു സോ മച്ച് പ്രദീപ് സാർ, ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന്. ഏതായാലും ഇന്നത്തെ നമ്മുടെ മാർക്കറ്റ് പ്രസന്റ് ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. പ്രേക്ഷകരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഇവിടെ നൽകിയിരിക്കുന്ന അഡ്വൈസുകളൊന്നും തന്നെ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസ് അല്ല. നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുമ്പ് കൃത്യമായ പഠനങ്ങൾക്ക് ശേഷവും ഒപ്പം തന്നെ ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റിന്റെ അഡ്വൈസിന് ശേഷവും മാത്രം നടത്തുക. മാർക്കറ്റ് പ്രസന്റ് ഒരു സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.